മാഡം, മാഡം. എന്താ രവി, എങ്ങോട്ടുള്ള വഴിയൊക്കെ മറന്നോ? റെന്റ് എവിടെ? അതല്ല മാഡം, നിങ്ങൾക്ക് 3 മാസത്തെ വാടക തരാനില്ലേ? ആ ഞാനത് അടുത്ത മാസം തന്നേക്കാം. ആ എനിക്കൊരു 10,000 രൂപ കടം തരാവോ? ഉം. എല്ലാം കൂടെ ചേർത്ത് 25,000 രൂപ അടുത്ത മാസം ഞാൻ തന്നേക്കാം. അതൊന്നും വേണ്ട. എന്റെ ആഗ്രഹം നടത്തി തരുമോ? നിന്നെ പോലൊരു യങ് ബോയ് എനിക്ക് തുണയായിട്ടുണ്ടെങ്കിൽ എനിക്ക് സന്തോഷവും കിട്ടും. ബർത്ത്ഡേ ഡിയർ. താങ്ക് യു ഡാർലിംഗ്. അമ്മ വിളിക്കുന്നു. ഞാൻ പിന്നീട് വിളിക്കാം. ശരി, ഓക്കെ. ശരി, ബൈ. ബൈ. ഇപ്പൊ ഈ കാശിന് ഞാൻ എവിടെയാ പോവാ? അടുത്ത വീട്ടിലെ ആന്റിയുടെ അടുത്ത് ചോദിച്ചു നോക്കാം. എന്താന്നേ, നിങ്ങളോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അവൾക്ക് നല്ലതും ചീത്തതും പറഞ്ഞു കൊടുക്കാനായിട്ട്? അവള് തീരെ ഞാൻ പറഞ്ഞാ കേൾക്കുന്നില്ല. അങ്ങനെയാണോ? ആ ശരി, ഞാൻ അവനെ വിളിച്ചു ചോദിക്കാം. മോളെ, ചെല്ലക്കുട്ടി, എന്താച്ചാ? ഇങ്ങോട്ടൊന്ന് വന്നടാ മുത്തേ. ശരിയച്ചാ. കണ്ടില്ലേ, ഇത്ര നേരായും വന്നില്ല. അതാ നിങ്ങളുടെ മോള്. ചെല്ലക്കുട്ടി, പോണൊക്കെ പിന്നെ നോക്കാം. ഇങ്ങോട്ടൊന്ന് വന്നേ. ദാ വരാച്ചാ. തങ്കമേ, നീ വന്നടാ അങ്ങോട്ടൊന്ന്. പറയച്ചാ. ഒന്നുമില്ല, നിന്റെ അമ്മ നിന്നെപ്പറ്റി എന്തൊക്കെയോ പറയുന്നുണ്ടല്ലോ. അമ്മ എപ്പോഴും അങ്ങനെയാ, എല്ലാറ്റിനും കുറ്റം പറഞ്ഞോണ്ടേയിരിക്കും. നിങ്ങൾ അതൊന്നും വിശ്വസിക്കണ്ട അച്ഛാ. ഇപ്പൊ എന്താ പറയുന്നേ? ശരി മോളെ, നിനക്കൊരു ആലോചന വന്നിട്ടോ? എന്താ പറയുന്നേ? അത് പിന്നെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, പ്രേമം അതല്ലേ നിന്റെ പ്രോബ്ലം. ഇപ്പൊ നിനക്ക് കണ്ടുപിടിച്ച് ഇറക്കാനുള്ള 1,00,000 രൂപയാ മാസ ശമ്പളം. നന്നായി ആലോചിക്ക്. എന്താടി നോക്കിക്കൊണ്ടിരിക്കുന്ന? അവളോട് പറഞ്ഞു മനസ്സിലാക്ക്. നിങ്ങൾ പറയുന്നുണ്ടല്ലോ. നന്നായിട്ട് ആലോചിച്ചു നോക്കും മോളെ. അത് ഞാൻ എന്തു പറയാനാ? ശരി അമ്മേ, എന്റെ തീരുമാനം ഞാൻ പിന്നീട് പറയാം. ഇതാണ് നിങ്ങളുടെ മകളുടെ സ്വഭാവം. ഇപ്പൊ മനസ്സിലായി? മനസ്സിലായി. നീ ഒന്നും മിണ്ടായിരിക്കും. ശരി മോളെ, നീ നന്നായിട്ട് ആലോചിച്ച് നാളെ ഉത്തരം പറഞ്ഞാൽ മതി. മനസ്സിലായോ? ശരി, പോയി ടിഫിൻ ഉണ്ടാക്കോ. ചെല്. ശരി ഡാഡി. നീ എന്തിനാ അവളെ പേടിപ്പിക്കുന്നേ? ചെല്ല് ചെല്ല്, എനിക്ക് നിന്നെ നന്നായിട്ടറിയാം. നിങ്ങളിങ്ങനെ അവളെ നന്നായി സപ്പോർട്ട് ചെയ്യേ. സപ്പോർട്ടല്ലടി, വാത്സല്യം.
നിങ്ങളെ രണ്ടാളെയും പറഞ്ഞിട്ട് കാര്യമില്ല. രാത്രി ബെഡ്റൂമിലേക്ക് വരുമല്ലോ, അപ്പൊ പറയാം. ശരി ശരി പോ നീ, ചുമ്മാ പറഞ്ഞോണ്ടിരിക്കാതെ. ഛേ, 2 ലേഡീസ് വീട്ടിലുണ്ടെങ്കിൽ ഇത് തന്നെയാണ് പ്രശ്നം. ചെറിയ വിഷയങ്ങളെ ഊതി പെരുവിച്ച് ഇത്രയും വലുതാക്കി കളയും. എല്ലാം എന്റെ തലയിലെടുത്ത എന്റെ ദൈവമേ. ടെൻഷനായി പോയല്ലോ. സുബ്ബുലക്ഷ്മിക്ക് ഫോൺ ചെയ്യണോ ഇനി? ആ അതോ വരുന്നല്ലോ. അയ്യോ, സുബുവിനൊക്കെ പിന്നെ നോക്കാം. ബേബി, ഉം. എന്റെ വീട്ടിൽ എനിക്കൊരു ചെറുക്കനെ നോക്കിയിട്ടുണ്ട്. എനിക്ക് എന്ത് ചെയ്യണമെന്നൊന്നും മനസ്സിലാവുന്നില്ല. എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ലാന്ന് പറഞ്ഞു, പക്ഷെ അവർ സമ്മതിക്കുന്നില്ല. ഇനി ഞാൻ എന്ത് ചെയ്യും? പണ്ടൊക്കെ പ്രേമിക്കുന്നവർക്കിടയിൽ നല്ല സ്നേഹവും വിശ്വാസവും ഉണ്ടായാൽ മതിയായിരുന്നു. പക്ഷെ ഇപ്പോ ലിപ്പും ലിപ്പുമായിട്ട് കണക്റ്റ് ആയിരിക്കുക. ജനറേഷൻ ഗ്യാപ്പ്. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ ചിന്തിക്കാൻ മാത്രമേ പറ്റൂ. ശരി, അതൊക്കെ വിട് രവി. നീ ആലോചിച്ച് നല്ലൊരു മറുപടി പറ. ശരി, ഞാൻ ആലോചിച്ചിട്ട് പറയാം. എനിക്ക് കുറച്ച് സമയം താ. ശരി, ഓക്കെ. ഉം. ഇവിടെ എത്ര ബ്രഷാ ഉള്ളത്? ഏതൊക്കെയാ വേണ്ടത് ഏതൊക്കെയാ വേണ്ടാത്തതെന്ന് യാതൊരു വിവരവും ഇല്ല. എല്ലാം ഉണ്ട് ഇവിടെ. മമ്മി, എന്താ നിന്റെ പ്രശ്നം? അന്നൊരു ആലോചനയെ കുറിച്ച് പറഞ്ഞില്ലേ? ആ ആ, ആ, അത് തന്നെ ഓക്കെ ചെയ്തേക്ക്. ആ സത്യാണോ പറഞ്ഞത്? ഉം, അപ്പൊ നിന്റെ ലവ്വോ? അത് കാർബൺ പേപ്പർ പോലെ അമ്മേ. അത് വെറും അച്ചാണ്. അതില് നേരൊന്നും ഇല്ല അമ്മേ. ആ? ഒരു വിധത്തിൽ നോക്കിയാൽ നിങ്ങൾ പറഞ്ഞതാണ് സത്യം അമ്മേ. പ്രണയിക്കാൻ മനസ്സ് മാത്രം മതി, പക്ഷെ ജീവിക്കാൻ പണം വേണോ അല്ലേ അമ്മേ? ഉം. അയ്യോ, നന്നായി സംസാരിക്കാൻ പഠിച്ചല്ലോ നീ. ചെല്ല്, ചെന്ന് റെഡിയാവ്. ഞാൻ ചെറുക്കൻ വീട്ടുകാരെ വിളിക്കാം. ഉം, ശരി ഉം. അമ്മേ. ഇവളൊക്കെ എങ്ങനെ ജീവിക്കാനാ?